ഹലോ. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊന്ന് കണ്ടിട്ടല്ലേ. അപ്പം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ എൻ്റെ പ്രഗ്നൻസി പോസ്റ്റ്മോർട്ടമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാനിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ എത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഞാനിപ്പം കൺസീവ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ 21 2024. അപ്പം ഞാൻ ആ സമയത്ത് ചെറിയൊരു ബണ്ടാർപാട്ട അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുക, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പം ഇത് ഞാൻ ഡ്രീം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. കാരണം ഇതിനകത്ത് പൈസ നിറഞ്ഞിട്ട് എനിക്കൊരു ടൂർ പോകണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. സോളോ ട്രാവലൊക്കെ പോകണം എന്നായിരുന്നു പ്ലാൻ. അതുകൊണ്ട് ഇങ്ങനെ ഡ്രീം എഴുതി വെച്ചു. അപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നത്. സോ അത് ഞാൻ മാറ്റിയിട്ട് ഫോർ മൈ ബേബി എന്ന് ഞാൻ എഴുതി. പിന്നെ അതിനുശേഷം ഞാൻ ഒക്ടോബർ 20 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ശേഷം ഞാനിതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തു. അതെന്താണ് ഞാൻ കാണിച്ചു തരാം. ഫോർ മൈ ബേബി ഗേൾ. ആക്ച്വലി ഐ ഹാവ് നോ ഐഡിയ ഇത് ആൺകുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ. ആളെണീറ്റു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നിർത്തിയെടുത്ത് തുടങ്ങാം. അപ്പം എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരു സിംറ്റംസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ബേബി ഗേൾ, ടു മൈ ബേബി ഗേൾ എന്ന് എഴുതാൻ എനിക്ക് തോന്നി. എന്താ പറയണ്ട, എൻ്റെ പ്രാർത്ഥന പോലെ തന്നെ എനിക്കൊരു ബേബി ഗേളാണ് ഉണ്ടായത്. അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടും കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. ഇത് മാത്രമല്ല, ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയുടെ മോള്. അത് ഞാൻ ഇതേ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പേടിയില്ല. പേടിക്കണോ? എനിക്ക് മെയിൽ പ്രസവിക്കേ വേണ്ട. ജൂൺ 7 അത്രയും നല്ലത്. ജൂൺ 7 ഈസ് മൈ ലക്കി നമ്പർ. 7 പോരി കേട്ടോ. വീഡിയോ കണ്ടല്ലോ. അപ്പം ജൂൺ 7 തന്നെ ഞാൻ എൻ്റെ ഡെലിവറി കഴിയുകയും ചെയ്തു. എനിക്കൊരു പെൺകുഞ്ഞായി. സത്യം പറയാൻ ഇതൊക്കെ എന്താ പറയുക, മിറാക്കിൾ എന്നോ അങ്ങനെ എന്ത് വേണം പറയാം. എനിവേ, ഐ ആം സോ ഹാപ്പി. ഇനി അങ്ങോട്ടും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.